ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യു എയിലോട്ട് ഡയറക്റ്റായിട്ട്, അതായത് ആരുടെയും സഹായമില്ലാതെ കയറി വരുന്ന ചങ്സിന് വേണ്ടിയുള്ളതാണ്. അതായത് ഇവിടെ വന്ന് ജോലി എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാം എന്നുള്ളൊരു പ്ലാനിലൊക്കെ നാട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറി വരുന്ന കുറേയധികം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതായത് ഇവിടെ വന്നു കഴിയുമ്പോൾ അവർക്ക് അക്കോമഡേഷനും അതുപോലെ തന്നെ ഫുഡും പിന്നെ ജോബും കാര്യങ്ങളൊക്കെ അവർക്ക് കൺഫ്യൂഷനും അതുപോലെ തന്നെ ടെൻഷനുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് വളരെയധികം യൂസ്ഫുൾ ആകുമ്പോൾ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ നേരെ വീഡിയോയിലിട്ടു. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമേ യു എയിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആദ്യം വേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്കോമഡേഷനാണ്. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സോ കാര്യങ്ങളോ ആരും തന്നെ യു എയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ അക്കോമഡേഷൻ സെറ്റ് ചെയ്യണം. അപ്പോൾ അക്കോമഡേഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഡുബീസെൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അതായത് യു എയിലുള്ള മിക്കവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഈ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യും. അതായത് എത്ര രൂപയുടെ റൂമാണോ നിങ്ങൾക്ക് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്ത് റൂം കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് നിങ്ങൾക്കൊരു ബെഡ് സ്പേസ് മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അല്ല നിങ്ങൾക്കൊരു വില്ല വേണമെന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് സെർച്ച് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ നിങ്ങൾക്ക് റൂം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചും നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്ത് ആ റൂം കണ്ടെത്താനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ യു എയിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും ഈ ഡുബീസെൽ എന്ന് പറയുന്നത്. ഇനി ആദ്യമായിട്ട് ദുബായിലോട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്താണ് നിൽക്കേണ്ടത്, ഏത് സ്ഥലമായിരിക്കും ബെറ്റർ എന്നൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ദുബായ് പോലുള്ള ലൊക്കേഷൻ ആയിരിക്കും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത്. കാരണം അവിടെ അത്യാവശ്യം എക്സ്പെൻസീവും കുറവാണ്. നിങ്ങൾക്ക് സാലറി കുറവാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യം സ്മൂത്തായിട്ട് തന്നെ പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പെൻസീവ് ഒക്കെ കുറവായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൊക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ദുബായ് പോലുള്ള ലൊക്കേഷൻസ് ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മെയിൻ ആയിട്ടുള്ളത് അക്കോമഡേഷനും അതുപോലെ തന്നെ ജോബുമാണ്. അക്കോമഡേഷനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇനി ജോബിനെ കുറിച്ച് പറയാം. അതായത് യു എയിലോട്ട് ജോബ് അന്വേഷിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അതായത് വരാനായിട്ട് ശ്രമിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ യു എ ജോബുകൾ ജസ്റ്റ് ഒന്ന് ഓൺലൈനായിട്ട് സെർച്ച് ചെയ്യുക. അതായത് ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് ജോബുകൾ ഫൈൻഡ് ചെയ്യുക. അതുപോലെ തന്നെ ചില കമ്പനികളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവർ ജോബ് വേക്കൻസികളും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വെബ്സൈറ്റിൽ കയറി ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സി വിയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ യു എ ജോബുകൾ ലഭിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. മാക്സിമം നാട്ടിൽ നിന്ന് തന്നെ യു എ ജോബുകൾ ഓൺലൈനായിട്ട് തന്നെ സെർച്ച് ചെയ്യുക. അതിനുശേഷം അതായത് യു എയിൽ വന്നതിന് ശേഷം നിങ്ങൾ ഏത് കമ്പനികളിലാണോ ജോബ് വേക്കൻസികളൊക്കെ കാണുന്നത് ആ കമ്പനികളിൽ ഡയറക്റ്റായിട്ട് നിങ്ങളുടെ സി വിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ സി വി ഡയറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അടുത്തതെന്ന് പറയുന്നത് സി വി എന്ന് പറയുന്നത് മാക്സിമം ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇവിടെ മിക്ക കമ്പനികളും ഓട്ടോമാറ്റിക് ആയിട്ടാണ് റെസ്യൂമെയും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി ആണെങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഷോർട്ട് ലിസ്റ്റിലോട്ട് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ സി വി ATS ഫ്രണ്ട്ലി ആകാനായിട്ട് ശ്രമിക്കുക. ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള സി വി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന പുതിയ ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ജോബ് വേക്കൻസീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ശരി ഗൈസ്, ഞാൻ ഏതായാലും വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോ യു എയിലോട്ട് വരാനായിട്ട് താല്പര്യപ്പെടുന്ന എല്ലാ ചങ്സിനും വളരെയധികം യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.